Hi friends, welcome back to my channel. Let's do it with Ash. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇത് നമ്മുടെ മഷ്റൂം ആണ്. സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം ഇതേപോലെ മഷ്റൂം ഇപ്പം അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മഷ്റൂമിൻ്റെ തൊലി എങ്ങനെ ഈസിയായി കളയാം എന്നാണ്. മഷ്റൂം പല വെറൈറ്റിയിലുള്ള മഷ്റൂം ഉണ്ട്. ഇതേപോലെ ബട്ടൺ മഷ്റൂമാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം ലഭിക്കുന്നത്. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ട്രേയിലാണ് മഷ്റൂം കൂടുതലും മേടിക്കാൻ കിട്ടുന്നത്. മഷ്റൂം ഫ്രഷ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മഷ്റൂമിൻ്റെ ബാക്ക് സൈഡിലുള്ള പോർഷൻ ഇതേപോലെ ക്ലോസ്ഡ് ആണെങ്കിൽ അത് ഫ്രഷ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഷ്റൂം നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡ് കൂടിയാണ്. അതിൽ വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഡിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. മഷ്റൂമിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. മഷ്റൂം നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം മേടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മഷ്റൂം മേടിക്കുമ്പോൾ ഈ ട്രേയുടെ ബാക്കിലുള്ള എക്സ്പയറി ഡേറ്റ് കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം മഷ്റൂം മേടിക്കാൻ. ഞാൻ ആദ്യമായി ഇവിടെ കാണിക്കുന്നത് മഷ്റൂം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിത് എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്ത് അതിൽ ടിഷ്യൂ പേപ്പർ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ ട്രേയിലെ മഷ്റൂം നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. മഷ്റൂം തുറന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് അഴുകിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ 2-3 ദിവസം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം. അടുത്തതായി മഷ്റൂം എങ്ങനെ ഈസിയായി ക്ലീൻ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ആദ്യം ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം മഷ്റൂം നമുക്ക് അതിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. പാക്കറ്റിൽ മേടിക്കുന്ന മഷ്റൂമിൽ ധാരാളം മണ്ണ് കാണും. അത് നല്ലവണ്ണം തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ടോ കിച്ചൺ ടവൽ കൊണ്ടോ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് മഷ്റൂമിൻ്റെ തൊലി എങ്ങനെ ഇളക്കി മാറ്റുന്നത് നോക്കാം. ഒരു നൈഫ് കൊണ്ട് അതിൻ്റെ തൊലി മാറ്റുന്നതിനേക്കാൾ ഇതേപോലെ സ്റ്റീൽ സ്പൂണിൻ്റെ സൈഡ് കൊണ്ട് നമുക്ക് അത് പതുക്കെ തൊലി മാറ്റാവുന്നതാണ്. ഇതേപോലെ താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചാൽ അതിൻ്റെ സ്കിൻ വേഗം ഇളകി വരുന്നത് നമുക്ക് കാണാം. സ്പൂൺ ഇല്ലെങ്കിലും നമുക്ക് കൈകൊണ്ടും ഇതേപോലെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഒരു നൈഫ് കൊണ്ട് അതിൻ്റെ തൊലി മാറ്റുന്നതിനേക്കാൾ ഇതേപോലെ പീൽ ഓഫ് ചെയ്ത് കൊടുത്താൽ മഷ്റൂം നല്ല വൈറ്റും അതേപോലെ ഫ്രഷുമായി തന്നെ ഇരിക്കും. അതേപോലെ തന്നെ മഷ്റൂമിൻ്റെ സ്റ്റെമ്മും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ തൊലിയും ഇതേപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് ഇതേപോലെ കുറച്ച് റവ എടുക്കുക. റവ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയും തരിയുള്ള അരിപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. മഷ്റൂം ഇതേപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് റവ അതിൻ്റെ മുകളിലിട്ട് നന്നായി അത് റബ്ബ് ചെയ്തെടുക്കണം. തരിയുള്ള പൊടി ഉപയോഗിച്ച് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ മഷ്റൂമിൻ്റെ സ്കിന്ന് വേഗം ഇളകി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ റവ ഉപയോഗിച്ച് തൊലി കളഞ്ഞ മഷ്റൂമും അതേപോലെ പീൽ ഓഫ് ചെയ്തെടുത്ത മഷ്റൂമും ആണിത്. ഇപ്പോൾ ഇവിടെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. റവ ഉപയോഗിച്ച് മാറ്റിയ മഷ്റൂമിൻ്റെ സ്കിന്നിൻ്റെ കളർ കുറച്ച് മാറിയിട്ടുണ്ട്. പീൽ ചെയ്തെടുത്ത മഷ്റൂമിൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ വൈറ്റും അതേപോലെ ഫ്രഷുമായിരിക്കുന്നുണ്ട്. ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ എല്ലാവർക്കും യൂസ്ഫുള്ളും ആവുമെന്ന് വിചാരിക്കുന്നു. പുതിയതായി ആരെങ്കിലും ഈ ചാനൽ കാണുവാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.